പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന് എല്ലാവിധ മാനവും മഹത്വവും അർപ്പിക്കുകയാണ്. പ്രാർത്ഥനാ സംഗമം നടത്തുന്ന ജയ് മസി കമ്മ്യൂണിറ്റിക്കും അപ്പോൾ തന്നെ ഇവിടെ കടന്നു വന്ന പാസ്റ്റർമാർ, മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, സഭാവിശ്വാസികൾ, സാമൂഹ്യ പ്രവർത്തകർ, പ്രത്യേകിച്ച് ബദർ ഷാജി പാലിയോടിനുള്ള എന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വിഷയം നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മൾ കൂടി വന്നിരിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പോസ്റ്ററുകളിലും വീഡിയോകളിലും ബാനറുകളിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. ജനൻ ടിവിയുടെ ക്രൈസ്തവ വേട്ടക്കെതിരെയും സംഘപരിവാറിനെ ഭാരതമാക്കാനുള്ള സഭാവിരുദ്ധ പീഡനത്തിനുമെതിരെ പ്രതിഷേധിക്കാനല്ല, പ്രാർത്ഥിക്കാനാണ്. പ്രാർത്ഥന ഒരു പ്രതിഷേധമല്ല, പ്രാർത്ഥന ഒരു ആശ്രയമാണ്. നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചത്, നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് ഒരു പീഡനമുണ്ടാകുമ്പോൾ, നിങ്ങൾക്കൊരു പ്രതികൂലമുണ്ടാകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, സംഘപരിവാർ സ്ഥാപിതമായത് 1925 സെപ്റ്റംബർ 21 കാരണം ഞാൻ എങ്ങനെ പറയാനൊരു കാരണമുണ്ട്. സംഘപരിവാർ എന്ന് പറഞ്ഞാൽ RSSന്റെ ഒരു കൂട്ടായ്മയാണ്. എന്നാൽ നമ്മൊരു കാര്യം ഓർക്കണം, പരിശുദ്ധാത്മാവ് 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ, ദൈവമക്കളുടെ ഇടയിൽ ഇറങ്ങി വന്നത് 1-ാം നൂറ്റാണ്ടിലാണ്. എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടി 1980 ഏകദേശം 1980 ആ പാർട്ടി രൂപീകരിച്ചത്. എന്നാൽ അതിനും 1900 വർഷങ്ങൾക്ക് മുമ്പേ കർത്താവ് സ്ഥാപിച്ചതാണ് കർത്താവിന്റെ സഭ. കരങ്ങൾ കൊടുത്തേ ഹല്ലേലൂയ പറയാം. നമ്മൾ ചരിത്രം ഓർക്കണം. ആ ചരിത്രം മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവ് ആ സഭ സ്ഥാപിച്ചത് അവന്റെ ശരീരവും രക്തവും സ്നേഹവും കൊടുത്താണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഓർക്കണം, തന്റെ സ്നേഹം കൊടുത്ത്, തന്റെ ശരീരം കൊടുത്ത്, തന്റെ രക്തം കൊടുത്ത് ആ സ്ഥാപിച്ച സഭയ 1-ാം നൂറ്റാണ്ട് മുതൽ എതിർക്കുന്നവർ ചെറിയവരല്ല. ആരൊക്കെയാണ്? യഹൂദന്മാർ, റോമാ ചക്രവർത്തിമാർ, ഡെഷീഷ്യസ്, ഡയോക്ലേഷ്യൻ ഏറ്റവും വലിയ മതപീഡനം നടത്തിയ ഒരാളാണ്. ഇസ്ലാം അധിനിവേശങ്ങൾ, മംഗോൾ അധിനിവേശങ്ങൾ, രാഷ്ട്രീയ ഭരണകൂടങ്ങൾ, അതിന്റെ എല്ലാം തുടർച്ചയാണ് ഈ കഴിഞ്ഞ 100 വർഷത്തിലിടയിൽ വന്ന രാഷ്ട്രീയ പാർട്ടികൾ. എന്നാൽ ചരിത്രം എന്താണ് നമ്മോട് പറയുന്നത്? ചരിത്രം നമ്മോട് പറയുന്നത്, ഒന്നുകിൽ നിങ്ങൾ ദൈവത്താൽ പിടിക്കപ്പെടും, ഹല്ലേലൂയ, അല്ല എങ്കിൽ ദൈവം നിങ്ങളെ വിധിക്കും. ഈ 2 കാര്യമേ ചരിത്രത്തിൽ നടന്നിട്ടുള്ളൂ. ഒന്നുകിൽ ദൈവം നിങ്ങളെ തൊടും, അല്ല എങ്കിൽ ദൈവം നിങ്ങളെ വിധിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആയുധം പ്രാർത്ഥന മാത്രമാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് പ്രതിഷേധിക്കാൻ പോകുന്നു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രതിഷേധിക്കാൻ വന്നവരല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ കഷ്ടതയിൽ ദൈവത്തിൽ ആശ്രയിക്കാൻ വന്നവരാണ്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ വന്നവരാണ്. പ്രാർത്ഥന നമ്മുടെ ഒരു ആയുധമാണ് എന്ന കാര്യം ദൈവമക്കൾ മറന്നു പോകരുത്. നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണെന്നുള്ള കാര്യം ഒരു കൂട്ടം ആൾക്കാർ മറന്നുപോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ രാജ്യം തരുന്ന നമ്മുടെ അവകാശങ്ങൾ ക്രിസ്തീയ സമൂഹത്തിന് ഹനിക്കപ്പെട്ടാൽ, ശ്രദ്ധിച്ച് കേൾക്കണം, ക്രിസ്തീയ സമൂഹത്തിന് ഹനിക്കപ്പെട്ടാൽ ആ കാര്യങ്ങൾ
ചോദിക്കാനുള്ള ബുദ്ധിയും വിവേകവും ജ്ഞാനവുമുള്ളവരാണ് ക്രിസ്ത്യാനികൾ. ഞാൻ ഒന്നുകൂടെ പറയുന്നു, നമ്മൾ രാജ്യം തരുന്ന അവകാശങ്ങൾ ഇന്ത്യൻ പൗരന്മാരായ നമുക്ക് ഹനിക്കപ്പെട്ടാൽ അത് ചോദിച്ചു വാങ്ങിക്കാനുള്ള ബുദ്ധിയും ജ്ഞാനവും വിവേകവും ഉള്ളവരാണ് ക്രിസ്ത്യാനികളെന്ന് നമ്മൾ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, എന്നാൽ ഇവിടെ നടന്നു വരുന്നത് എന്താണ്? ഇവിടെ നടന്നു വരുന്നത് നമ്മുടെ അവകാശങ്ങളെ ചോദിക്കുമ്പോൾ, നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്നവരെയും പ്രതികരിക്കുന്നവരെയും ഗുണ്ടകളാക്കുക, ക്രിമിനലാക്കുക, അത്തരത്തിലുള്ള നിലപാടുകളാണ് ഈ കഴിഞ്ഞ ദിവസം വരെയും ജനം TV എന്ന് പറയുന്ന ഒരു ചാനൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കൊരിക്കലും അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. രാജ്യത്തിന്റെ അവകാശങ്ങൾ എല്ലാ പൗരന്മാർക്കും എല്ലാവർക്കും തുല്യമായി വിധിച്ചു കൊടുക്കുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യയിൽ നമുക്ക് ക്രൈസ്തവ സമൂഹത്തിന് നമുക്ക് അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അത് ചോദിക്കുവാനും പ്രതികരിക്കുവാനുള്ള ശേഷി നമുക്കുണ്ട്. അങ്ങനെ ചെയ്യുന്നവരെ ഗുണ്ടകളാക്കുക, അങ്ങനെ ചെയ്യുന്നവരെ ക്രിമിനലാക്കുക, അത്തരത്തിലുള്ള നടപടിയാണ് ഈ കഴിഞ്ഞ ദിവസം വരെയും ജനം TV സ്വീകരിച്ചു വരുന്നത്. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾ പ്രതിഷേധിക്കുകയല്ല, പ്രതികരിക്കും, പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ചരിത്രത്തിലുടനീളം എവിടെയെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ദൈവമക്കൾ 1-ാം നൂറ്റാണ്ടിൽ പ്രാർത്ഥിച്ചപ്പോൾ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, അവർ പ്രാർത്ഥിച്ച സ്ഥലം വിറച്ചു എന്നാണ്, അവർക്ക് മേൽ പരിശുദ്ധാത്മ വന്നു എന്നാണ്. എന്നിട്ട് അവർ ചെയ്തതെന്നറിയാമോ? അവർ യേശുവിനെ ശക്തിയോടെ വീണ്ടും പ്രസംഗിച്ചു. ഹല്ലേലൂയ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും മുമ്പ് ചില കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ രാജ്യത്ത് മതം മാറാൻ, മതം സ്വീകരിക്കുവാൻ അവകാശമുണ്ട്. കഴിഞ്ഞ ദിവസം ജനം TVയുടെ തന്നെ ചാനലിൽ ഞാനൊരു കമന്റ് ചെയ്തു. ആ കമന്റ് ധൈര്യത്തോടെ ചെയ്തതാണ്. കാരണം ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു വ്യക്തിയാണ്, ഹിന്ദു മതത്തിൽ നിന്ന് യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായി തന്നെ കമന്റ് ചെയ്തു. ആ കമന്റിൽ ഒരു 400-ലധികം പേർ ലൈക്ക് ചെയ്തു. മാത്രമല്ല എന്റെ ഫേസ്ബുക്കിലും ഞാൻ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് മതം മാറാൻ ആർട്ടിക്കിൾ 25 പ്രകാരവും ആർട്ടിക്കിൾ 25(1) പ്രകാരം മതം പ്രചരിപ്പിക്കുവാൻ അവകാശം തരുന്നു. എന്തേ? നമ്മൾ ഇന്ത്യൻ പൗരന്മാരല്ലേ, നമുക്കെന്തേ മതം പ്രചരിപ്പിച്ചുകൂടെ? നമുക്കെന്തേ മതം മാറിക്കൂടെ? ഞങ്ങളെ രാജ്യം തരുന്ന അവകാശങ്ങൾ ഞങ്ങൾക്ക് ലംഘിക്കപ്പെട്ടാൽ അത് ചോദിച്ചു വാങ്ങാനുള്ള ബുദ്ധിയും വിവേകവും ക്രൈസ്തവ സമൂഹമായി ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അത് ആയുധം കൊണ്ടല്ല, അത് പ്രാർത്ഥന കൊണ്ടും ഞങ്ങളുടേതായ പ്രതികരണം കൊണ്ടും ഞങ്ങൾ അത് നേടിയെടുക്കുന്നുള്ള കാര്യം വാസ്തവമായ സത്യമാണ്. ഒരു കാര്യം കൂടെ പറയാം. യൂസിഫസ് എന്ന് പറയുന്ന എക്യൂമെനിക്കൽ ഡിനോമിനേഷൻ സംഘടന കത്തോലിക്ക, പെന്തക്കോസ്റ്റ്, ഓർത്തഡോക്സ് സഭാംഗങ്ങൾ കൂടി വരുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടന പുറത്തുവിട്ട കണക്കനുസരിച്ച് 2014 മുതൽ 2024 വരെ ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കുന്നതിൽ 500% വർദ്ധിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഫേസ്ബുക്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. യൂസിഫസ് എന്ന് പറയുന്ന യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറയുന്ന സംഘടന, ആ സംഘടന ഇന്ത്യയിലെ കണക്ക് പറഞ്ഞിരിക്കുന്നത് 2014 മുതൽ തുടങ്ങി ഇങ്ങോട്ട് 500%-ലധികം ക്രൈസ്തവരെ ആക്രമിക്കുന്നത് കൂടിയിരിക്കുന്നു എന്നാണ്. അതിനേക്കാൾ ഒരു ഭയങ്കര കാര്യം നിങ്ങൾ അറിയണം. ഞാൻ സെർച്ച് ചെയ്ത് പഠിച്ചപ്പോൾ മനസ്സിലായ കാര്യമാണ്. നോക്കണം, ഒരു ദിവസം കണക്കനുസരിച്ച് ക്രിസ്ത്യാനികളിൽ ഒരു ദിവസം 2-ൽ കൂടുതൽ ആൾക്കാർ വിശ്വാസത്തിന്റെ പേരിൽ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്, വിശ്വാസത്തിന്റെ പേരിൽ അവർ ആക്രമിക്കപ്പെടുന്നു. ഒരു ദിവസം 2-ൽ കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ ഇപ്പോൾ വിശ്വാസത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുകയാണ്. എന്നിട്ട് ചിലർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, എവിടെ FIR? എവിടെ ക്രിസ്ത്യാനികളെ എങ്ങനെ പീഡിപ്പിക്കുന്ന FIR എവിടെ? അതിനൊരു പരിഹാരം, അതിനൊരു കാര്യം ഇങ്ങനെയാണ്: ഭയപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ നടക്കുന്ന അക്രമങ്ങളിൽ FIR ഇടാൻ പോലും ആൾക്കാർ തയ്യാറാകുന്നില്ല. അവർ ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. FIR ഇടാത്തത് കൊണ്ട് ആ കണക്കുകൾ ഇപ്പോൾ ഗവൺമെന്റിന്റെ കയ്യിലില്ല എന്നാണ് അവർ കലിമറത്തി കാണിക്കുന്നത്. എന്നാൽ യൂസിഫസ് സംഘടന വളരെ വ്യക്തമായി പറയുന്നു, ഒരു ദിവസം 2-ൽ കൂടുതലധികം ക്രിസ്ത്യാനികൾ ഇന്ന് ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുകയാണ്. പ്രിയ മക്കളെ, ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ബലപ്രയോഗത്താലല്ല, സ്വമേധ മതം മാറുന്ന ഇന്ത്യൻ പൗരന്മാരെ പരിഹസിക്കുന്ന നടപടിയാണ് ഈ ജനം TV സ്വീകരിച്ചിരിക്കുന്നത്.
എന്താണ് ഒരു TV മാധ്യമത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്? ടിവിയുടെ അല്ലെങ്കിൽ ഒരു മാധ്യമത്തിന്റെ ധർമ്മം എന്താണ്? ഒരു മാധ്യമത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് പൊതു താല്പര്യവും നിഷ്പക്ഷതയും സ്വകാര്യതയും ഉത്തരവാദിത്വവും ഒക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ജനം TV നടത്തുന്നത് അതിന്റെ നഗ്നമായ ലംഘനമാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ജനം TVയുമായി ബന്ധത്തിൽ നിങ്ങൾ മാധ്യമ ധർമ്മം നിർവഹിക്കുമ്പോൾ സ്വകാര്യതയും നിഷ്പക്ഷതയും സത്യസന്ധതയുമാണ് നിങ്ങൾ പാലിക്കണമെന്ന് TV മാധ്യമത്തിന്റെ അടിസ്ഥാനം എങ്കിൽ നിങ്ങളോട് ഞങ്ങൾ പറയുന്ന ഒരു അഭ്യർത്ഥനയുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് ക്രിസ്തീയ സഹോദരന്മാർക്കും ബാധകമാണ്. അത്തരത്തിൽ തന്നെയാണ് ഞങ്ങളോടും നിങ്ങൾ പെരുമാറേണ്ടെന്ന കാര്യം നിങ്ങൾ ഓർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ ഭരണകർത്താക്കൾ ഇവിടെയുണ്ട്, ഞങ്ങളെ കേരളം ഭരിക്കുന്ന ഭരണാധികൾ ഇവിടെയുണ്ട്. അവരോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, ക്രിസ്ത്യൻ പൗരന്മാരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ സമാധാനത്തോടെ കർത്താവിനെ ആരാധിക്കാനും കർത്താവിനെ വിശ്വസിക്കുവാനും കർത്താവിനെ പ്രസംഗിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിനെ വിശ്വസിച്ച് നിയമപ്രകാരം നിർബന്ധത്തല്ലാതെ എനിക്ക് യേശുവിനെ വേണമെന്ന് പറയുന്ന വ്യക്തിയെ സ്നാനപ്പെടുത്തി ക്രിസ്തുവിനോട് ചേർക്കുവാനുള്ള ഇന്ത്യൻ ഭരണം പറയുന്ന അവകാശം ഞങ്ങൾക്കും തരണമെന്ന് ഞങ്ങൾ ആ രീതിയിൽ ഭരണകർത്താക്കൾ അപേക്ഷിക്കുകയും ഈ പ്രോഗ്രാം നടത്തുന്ന പ്രിയ സഹോദരന്മാരോടുള്ള നന്ദിയും എല്ലാ പാസ് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ